പകർച്ചവ്യാധി വരാനുള്ള മാസങ്ങൾ മുൻകൂട്ടി കണ്ട് കലണ്ടർ തയ്യാറാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിയോഗിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശ വന്നിരിക്കുന്നു. സിസ്റ്റത്തിന്റെ വിടവുകൾ നികത്തണം, വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ശുപാർശയിൽ പറയുന്നു. അലക്സ് റാം മുഹമ്മദ് ഈ വിവരങ്ങളുമായി അർജന്റായി ചേരുകയാണ്. പറയൂ അലക്സ്. ഇന്നലെയാണ് സംസ്ഥാനത്തെ ഹൈപ്പവർ കമ്മിറ്റിയുടെ ആദ്യ യോഗം, അതായത് പകർച്ചവ്യാധി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നിയോഗിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. അതിൽ വിദഗ്ധരായുള്ള, അത് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടിയിരുന്നു. അതിനുശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് കൈമാറിയിരിക്കുന്നു. വകുപ്പ് മന്ത്രിക്ക് ആ ശുപാർശകൾ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രധാനപ്പെട്ട ശുപാർശകൾ ഇങ്ങനെയാണ്. അതിൽ സിസ്റ്റത്തിന്റെ വിടവ്, നമുക്കറിയാം ഈ സിസ്റ്റത്തെ സംബന്ധിച്ച് നേരത്തെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സിസ്റ്റത്തിന്റെ വിടവ് നികത്തണം, ആ ഗ്യാപ്പ് നികത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ. അതായത് രോഗസംബന്ധമായ വിവരങ്ങൾ നൽകുന്ന ആരോഗ്യ വകുപ്പിന്റെ പോർട്ടലുകൾ ജനകീയമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം പോർട്ടലുകളിൽ കൂടി ആരോഗ്യവകുപ്പിന്റെ വിവിധ രോഗങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. തുലവും 50,000-ഓ 60,000-ഓ ആളുകളാണ് അത് കാണുന്നത്. അതങ്ങനെയല്ല, 3.5 കോടി ജനങ്ങളുള്ളിടത്ത് അത്തരം വിവരങ്ങൾ ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കോർഡിനേറ്റർമാർ വഴിയും ആശാ വർക്കർമാർ വഴിയും ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ശുപാർശ. സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള രോഗവിവരങ്ങൾ കൂടി ഔദ്യോഗികമാക്കണം. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 30% പ്രതിദിന കണക്കുകളാണ് നമുക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നത്. അതിനപ്പുറമുള്ള ജനസംഖ്യ ആശ്രയിക്കുന്ന സ്വകാര്യ ആശുപത്രികളെയാണ്. അത്തരത്തിലുള്ള രോഗവിവരങ്ങൾ അങ്ങനെ റിപ്പോർട്ട് കൃത്യമായി തന്നെ സ്വകാര്യ ആശുപത്രികളിലെ രോഗവിവരങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യണം, അതുകൂടി ഔദ്യോഗികമാക്കണം. എന്നാൽ മാത്രമേ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി ഊർജിതമാക്കാനാകൂ, അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഹൈപ്പവർ കമ്മിറ്റി വിലയിരുത്തുന്നത്. അതിനാൽ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള രോഗവിവരങ്ങൾ കൂടി ഇനി ഔദ്യോഗികമാക്കണമെന്നാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളിലൊന്ന്. മറ്റൊന്ന്, പകർച്ചവ്യാധി കലണ്ടർ പുറത്തിറക്കണം എന്നുള്ളതാണ്. ഏതു മാസമാണ് ഏത് പകർച്ചവ്യാധി വ്യാപിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ആ കലണ്ടറിൽ മുൻകൂട്ടി പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളം മുഴുവൻ ഈ പകർച്ചവ്യാധി കലണ്ടർ ലഭ്യമാക്കണം. അതായത് വീടുകളിൽ, സ്കൂളുകളിൽ, ആശുപത്രികളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സർക്കാർ ആശുപത്രികൾ തുടങ്ങി കേരളമെമ്പാടും ഈ പകർച്ചവ്യാധി കലണ്ടറിനെ സംബന്ധിച്ച് അവബോധം നൽകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ. ഇത് മുൻകൂട്ടി കണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വീടുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആരംഭിക്കാനാകണം. വിവിധ വകുപ്പുകൾ ഏകോപനം അനിവാര്യം. അതിന് ആരോഗ്യ വകുപ്പ് വകുപ്പുകളെ ഏകോപിപ്പിക്കണമെന്നും ഈ ശുപാർശയിലുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പകർച്ചവ്യാധി കലണ്ടർ സംബന്ധിച്ച് അവബോധം നൽകണമെന്നുള്ളത് പ്രധാനം. മറ്റൊന്ന്, സ്കൂൾ അസംബ്ലികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ഉൾപ്പെടുത്തുമെന്നും ഈ ശുപാർശയിൽ വ്യക്തമാക്കുന്നുണ്ട്. എപ്പിഡമിക് കലണ്ടർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കൂടിയാലോചനകൾ വേണം. സ്വാഭാവികമായി വിദ്യാഭ്യാസ വകുപ്പൊക്കെയായി ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർശന നടപടികൾ, അതായത് എൻഫോഴ്സ്മെന്റ് ശക്തമാക്കണം എന്നുള്ളതാണ്. തട്ടുകടകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകളിലെ ശുചിത്വം ഉറപ്പുവരുത്താൻ സ്ക്വാഡുകളെ നിയന്ത്രിക്കണം. കാരണം വയറിളക്ക രോഗങ്ങൾ ഏതു മാസമാണ്? ഈ മാസമൊക്കെ വയറിളക്ക രോഗങ്ങളുടെ ഒരു മാസമാണ്. ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗവ്യാപനം ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ഈ മാസം, അതായത് ഈ കലണ്ടർ കൂടി മുൻനിർത്തി ഇത്തരം മാസങ്ങളിൽ എൻഫോഴ്സ്മെന്റുകൾ ശക്തമാക്കണം. ഇവർ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണമേന്മ അത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായി പരിശോധിക്കണം. ആശാ വർക്കർമാരെയും എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി ഫീൽഡിൽ ഉപയോഗിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ശുപാർശകൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് വകുപ്പ് മന്ത്രി പരിശോധിച്ച ശേഷമായിരിക്കും ഇത് അന്തിമമാക്കുക. SKN. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.